ഗ്ലോറിയസ് മോർണിംഗ് കോഫിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ തെസലോനിക്കക്കാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാം. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. 1 തെസലോനിക്കർ 4:14. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം ദൈവം അവനോട് കൂടെ വരുത്തും. Them also which sleep in Jesus will God bring with him. Those who are sleeping with Jesus. വാങ്ങിപ്പോയവരെ കുറിച്ച് ദുഃഖിച്ചിരിക്കുന്ന തെസലോനിക്കയിലെ വിശ്വാസികളെ പരിശുദ്ധനായ പൗലോസ്ലീഹ പ്രബോധിപ്പിച്ചെഴുതുകയാണ്. നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്? കൊരിന്ത്യക്കാർക്ക് എഴുതുമ്പോൾ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്, ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥമാണ്. അപ്പൊ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം, ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളതാണ്. ഫൗണ്ടേഷനാണ്. പൗലോസ്ലീഹ പറയാണ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഇത് വെറുമൊരു എക്സർസൈസ്, അധര വ്യായാമം മാത്രമാണ്. എന്താണ് നമ്മുടെ വിശ്വാസം? ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചു. 1 തെസലോനിക്കർ 4:14 വായിക്കുകയാണ്, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ ദൈവം അങ്ങനെ തന്നെ നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലിരിക്കും. തൊട്ടടുത്തുള്ള കുരിശിൽ കിടന്ന കള്ളനോട് യേശു മന്ത്രിച്ചു. ഡൈയിങ് സോൾ, മരണാസന്നനായി കിടക്കുന്നവന്റെ കാതുകളിൽ ക്രിസ്തുവിന്റെ മന്ത്രണം, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കും. ആ ശരീരം മണ്ണിനിരയായി തീരുകയാണ്. ആ ശരീരം ഇനി ഈ ലോകത്ത് ജീവിക്കാൻ കൊള്ളുകയില്ല. നോ ലോങ്ങർ ഫിറ്റ് ഫോർ ദിസ് വേൾഡ്. മുഴുവൻ മുറിവുകളേറ്റ് ഈ ലോകത്തിന് കൊള്ളാത്തൊരു ശരീരമായി തീരും. ക്ഷീണിച്ച ശരീരം, അവശമായ ശരീരം. ആ ശരീരത്തിൽ തുടിക്കുന്ന ആ ദേഹിയോട് യേശു കർത്താവ് മന്ത്രിക്കുകയാണ്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലിരിക്കും. ശരീരം വിട്ടു പിരിയുന്ന ഓരോ വിശ്വാസികളോടും കർത്താവിന്റെ മന്ത്രണം അതുതന്നെയാണ്, മറ്റൊന്നുമല്ല. വാങ്ങിപ്പോയ നിങ്ങളുടെ പിതാക്കന്മാരെ കുറിച്ച്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് നിങ്ങളുടെ ഉള്ളിൽ ഒരു വിലാപമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അവർ ജീവൻ വെടിയുന്നതിന് മുമ്പ് അവരുടെ കാതുകളിൽ അവർ കേട്ട സ്വരവും മറ്റൊന്നായിരിക്കാൻ തരമില്ല. ആ കുരിശിൽ കിടന്ന കള്ളൻ കേട്ട ക്രിസ്തുവിന്റെ ആ സാന്ത്വന വചസ്സുകൾ, അതേ മൃദുമന്ത്രണം തന്നെയാണ് അവരുടെയും കാതുകളിൽ കേട്ടത്, നീ എന്നോടുകൂടെ ഇരിക്കും. അതാണ് ഭാഗ്യവാനായ പൗലോസ്ലീഹയുടെ പ്രത്യാശ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് അധികമായ ആഗ്രഹമുണ്ട്. താ മഹാരഹസ്യം. മരണം ഒരു പ്രഹേളികയായി ലോകത്തിന് അനുഭവപ്പെടുമ്പോൾ
പ്രത്യാശയുള്ള ക്രൈസ്തവനെ സംബന്ധിച്ച് അതൊരു പ്രഹേളികയല്ല. മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ളത് പോലെ എല്ലാ ദൈവിക രഹസ്യങ്ങളുടെയും പ്രാഥമികമായ പാഠപുസ്തകം നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയാണ്. പ്രാഥമികവും ആത്യന്തികവുമായ പാഠപുസ്തകം പ്രകൃതി തന്നെയാണ്. തിരുവെഴുത്തുകൾ സെക്കൻഡറി മാത്രമാണ്. Our primary textbook is the nature itself. Look around. Look upward. കർത്താവ് പറയാ, നീ ചുറ്റും നോക്കുക, നീ മുകളിലേക്ക് നോക്കുക. ഈ പ്രഭാതത്തിൽ പ്രാഭവത്തോടെ ഉദിച്ചുയർന്ന സൂര്യൻ സായാഹ്നമാകുമ്പോൾ എരിഞ്ഞടങ്ങുകയാണ്. പക്ഷെ വീണ്ടും അടുത്ത പ്രഭാതത്തിൽ വർദ്ധിച്ച ശോഭയോടെ അത് ഉദിച്ചു വരികയാണ്. ഒരു പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ. ഓരോ ദിവസവും ഉദിച്ചുയരുന്ന സൂര്യൻ ഉയർത്തെഴുന്നേൽപ്പിന്റെ മുൻകുറിയായി മനുഷ്യവർഗത്തിന്റെ പാഠപുസ്തകത്തിൽ ആനിമേറ്റഡ് ലെസനാണ്. ചലനാത്മക പാഠപുസ്തകമായി നമുക്ക് ചുറ്റും പ്രകൃതിയെ ഒരുക്കിയിരിക്കുന്ന ദൈവം നമുക്ക് കാണിച്ചു തരുന്നു. ഓട്ടമോടി ക്ഷീണിച്ച് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ മരിച്ചും മൺമറഞ്ഞു പോകുന്ന സൂര്യൻ കിഴക്കൻ ചക്രവാളത്തിൽ പിറ്റേ ദിവസം നവീന ശോഭയോടെ ഉദിച്ചു വരുന്നത് പോലെ. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മെ പഠിപ്പിച്ചത്. നാം എന്തിനാണ് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നത്? ഉയർപ്പിന്റെ വലിയ പ്രത്യാശ. ദ ഗ്രേറ്റ് മാസ്റ്റർ, നമ്മുടെ പ്രധാന അധ്യാപകൻ ഈ ആനിമേഷൻ വെച്ചിരിക്കുന്ന കിഴക്ക് വശത്താണ്. അവിടെ നിന്നാണ് ഉയർപ്പിന്റെ പ്രത്യാശ നമുക്ക് തരുന്നത്. സൂര്യൻ മറഞ്ഞു പോകുന്ന രാത്രി വിശ്രമത്തിനായി വേർതിരിക്കുന്നു. ദാവീദ് രാജാവിന്റെ അതിമനോഹരമായ ഒരു സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് നമ്മോട് പറയുന്നുണ്ട്, സൂര്യൻ അസ്തമിക്കുമ്പോൾ മനുഷ്യൻ തന്റെ വേലയിൽ നിന്ന് നിവർത്തനാകുന്നു, അവൻ വിശ്രമത്തിലേക്ക് പോകുന്നു. അഥവാ ഓരോ രാത്രിയും ശബത്തിനെ കാണിക്കുന്നു. ഓരോ രാത്രിയും ശബത്തിനെ കാണിക്കുന്നു. വേലയിൽ നിന്നുള്ള വിശ്രമം, അധ്വാനങ്ങളിൽ നിന്നുള്ള വിശ്രമം, അധ്വാനങ്ങളിൽ നിന്നുള്ള ഇളവെടുക്കുന്നത്, അതിനെയാണ് ശബത്ത് എന്ന് പറയുന്നത്. റെസ്റ്റ് ചെയ്യുക. ഓരോ രാത്രിയും ഓരോ ശബത്താണ്. ശബത്ത് കഴിയുമ്പോൾ പുതിയ ആഴ്ച ആരംഭിക്കുകയാണ്. ഉയർപ്പിന്റെ പ്രഭാതം. ഒരു ശബത്ത് കഴിഞ്ഞപ്പോഴാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. അത് വലിയൊരു ദുഃഖത്തിന്റെ ശബത്തായിരുന്നു. ശബത്തിന്റെ പിറ്റേന്നാൾ, ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ, ക്രിസ്തു മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും പ്രത്യാശയായി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. അപ്പൊ ക്രിസ്തുവിന്റെ ഉയർപ്പ് ശബത്തിന്റെ പിറ്റേന്നാളായിരുന്നു. അതുപോലെ ഓരോ രാത്രിയും മനുഷ്യന് ശബത്തിന്റെ അനുഭവത്തെ പ്രദാനം ചെയ്യുകയാണ്. അവൻ തന്റെ വേലയിൽ നിന്ന് നിവൃത്തനാകുന്നു, അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. ഓരോ നിദ്രയും മരണത്തിന് തുല്യമാണ്. ഓരോ മരണവും ശബത്തിന് തുല്യമാണ്. ഓരോ നിദ്രയും മരണത്തിന് തുല്യമാണ്. രാത്രിയിൽ നിങ്ങൾ ഉറങ്ങിയപ്പോൾ നിങ്ങൾക്ക് ചുറ്റും എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾ ആരും അറിഞ്ഞില്ല. രാത്രിയിൽ നിങ്ങൾ ഉറങ്ങിയപ്പോൾ നിങ്ങളുടെ മുറ്റത്ത് എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ നാട്ടിൽ എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ മതിൽക്കെട്ടിന് പുറത്ത് എന്താണ് സംഭവിച്ചത്? കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചത്? ഒന്നും നിങ്ങൾ അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ശാരീരികമായ മരണത്തെ നിദ്ര എന്ന് വിളിക്കുന്നത്. അപ്പൊ ഓരോ ദിവസവും നാം ശബത്തിലൂടെ കടന്നു പോകുന്നു.
ശബത്തിന് തുല്യമായ നിദ്രയിലൂടെ കടന്നു പോകുന്നു. നിദ്ര വിട്ട് നാം പുലരിയിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അത് ശബത്തിനു ശേഷമുള്ള ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിന് തുല്യമാണ്. ഓരോ ദിവസവും, ഓരോ പ്രഭാതവും. അതുകൊണ്ടാണ് നമ്മൾ വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: ഓരോ പ്രഭാതത്തിലും അവിടുത്തെ കാരുണ്യം പുതിയതാണ്, അവിടുത്തെ സ്നേഹം പുതിയതാണ്. ഇറ്റ്സ് ന്യൂ എവരി മോർണിംഗ്, എവരി മോർണിംഗ്, എവരി മോർണിംഗ്. ഓരോ പ്രഭാതത്തിലും. അപ്പം ഓരോ പ്രഭാതവും നമ്മെ റിമൈൻഡ് ചെയ്യിക്കുന്നത് വരുവാൻ പോകുന്ന ഉയർത്തെഴുന്നേൽപ്പിന്റെ മഹാസുപ്രഭാതത്തെ കുറിച്ചുള്ള ഒരു റിമൈൻഡിങ് ആണ്. ഓരോ പ്രഭാതവും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് an actual morning is coming. അപ്പോൾ ഓരോ പ്രഭാതവും വരുവാനുള്ള നിത്യശോഭിതമായ ഒരു പ്രഭാതത്തിന്റെ മുൻകുറിയാണ്. ഓരോ പ്രഭാതത്തിലും നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഓരോ പ്രഭാതത്തിലും നാം ഉണരുമ്പോൾ, ഓരോ പ്രഭാതത്തിലും നമ്മോടൊപ്പം ഉറങ്ങിയ വീട്ടുകാരെ നമ്മൾ കാണുന്നു. ഓരോരുത്തരും എഴുന്നേറ്റ് വരികയാണ്. നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ പരസ്പരം അഭിവാദനം ചെയ്യുന്നു. പ്രഭാതം സന്തോഷത്തിൻ്റെതാണ്, റീയൂണിയന്റേതാണ്. ഓരോരുത്തരും അവരുടെ മുറികളിൽ പോയി വിശ്രമിച്ചു, ഉറങ്ങി. ഉറക്കത്തിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നില്ല. എന്നാൽ ശബത്താകുന്ന നിദ്രയെ, രാത്രിയാകുന്ന ശബത്തിനെ അവസാനിപ്പിച്ചുകൊണ്ട് പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ച് ഉയരുമ്പോൾ നാം എഴുന്നേൽക്കുന്നു, പരസ്പരം കണ്ടുമുട്ടുന്നു. നിത്യനിദ്രയാകുന്ന ആ ശബത്തിനെ അവസാനിപ്പിച്ചുകൊണ്ട് നീതിസൂര്യനാകുന്ന ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന മഹാശോഭിത പ്രഭാതത്തിൽ സകല വാങ്ങിപ്പോയവരെയും നാം കണ്ടുമുട്ടുന്ന ഒരു പ്രഭാതമാണ്. അതാണ് ഭാഗ്യവാനായ പൗലോസ്ലീഹ 1 തെസ്സലോനിക്കർ 4:14 പറഞ്ഞത്: ക്രിസ്തുവേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ദൈവം ക്രിസ്തുവിലൂടെ അവരെയെല്ലാം ഉയർപ്പിച്ചു കൊണ്ടുവരും. ക്രിസ്തുവേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ദൈവം അവരെയെല്ലാം ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും. നമ്മൾ വെളിപ്പാടിന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം: സ്വർഗത്തിൽ നിന്ന് ഞാനൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്: എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. റെസ്റ്റ്. അപ്പം മരണം എന്ന് പറയുന്നത് റെസ്റ്റ് ആണ്. റെസ്റ്റിന്റെ ബിബ്ലിക്കൽ ടേമാണ് ശബത്ത്. അപ്പൊ ഒരു ശബത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. നമ്മളെ വെയിറ്റിംഗ് റൂമിൽ തള്ളിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. വെയിറ്റിംഗ് റൂമിലാണ്. അതുകൊണ്ടാണ് പരേതരുടെ കല്ലറകൾ സന്ദർശിക്കുമ്പോൾ നാം ഒരു വെയിറ്റിംഗ് റൂമിലാണ് ചെല്ലുന്നത്. വെയിറ്റിംഗ് റൂമിൽ ചെന്നിട്ട് നാം മടങ്ങിപ്പോരുകയാണ്. എന്തിന്റെ വെയിറ്റിംഗ് റൂമാണ്? ക്രിസ്തുവിന്റെ നിത്യപ്രമോദങ്ങളിലേക്ക് പ്രവേശിക്കുവാനുള്ള വെയിറ്റിംഗ് റൂമാണ്. അവിടെ ചെല്ലുമ്പോൾ നാം വെയിറ്റിംഗിലാണെന്നറിഞ്ഞ് നാം മടങ്ങിപ്പോരും. ആദരവുകൾ അർപ്പിച്ച്, പ്രാർത്ഥനകൾ അർപ്പിച്ച്. കളിച്ച് നടക്കുന്ന ഒരു കുഞ്ഞ്, നമുക്കറിയാം, കുഞ്ഞുങ്ങൾ ഓടി നടക്കും, കളിക്കും, ക്ഷീണിക്കും, ചിലപ്പോ തളർന്നു കഴിയുമ്പോൾ എവിടെയെങ്കിലും കിടന്നുറങ്ങും. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഫാമിലി ഫോൺ ചെയ്ത് വരുന്നപ്പോൾ അവർ പറയും അവരുടെ കൊച്ച് സോഫായുടെ അടിയിൽ കിടന്നുറങ്ങുന്നു. അപ്പം ഞാൻ പറഞ്ഞു അവിടെ കിടന്നുറങ്ങട്ടെ, കാരണം അതിന് ആ റെസ്റ്റ് കിട്ടി. അപ്പം അതിനെ അവിടെ നിന്ന് പൊക്കാൻ നോക്കണ്ട. നല്ല ചൂടുള്ള സമയത്ത് ആ തറയിൽ അത് കിടന്നുറങ്ങുകയാണ്. ക്ഷീണിച്ചു, തളർന്നു, വിശ്രമത്തിനായി അമ്മയുടെ മാറിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലെ. വാങ്ങിപ്പോയവരുടെ അവസ്ഥ അതാണ്. വാങ്ങിപ്പോയവർ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മാർവിടത്തിൽ അമർന്നിരിക്കുന്നു. തൊഴിൽക്കുപ്പായങ്ങളെ നീക്കി വിശ്രമമുറിയിലേക്ക് പ്രവേശിപ്പിച്ച അവരെ വിവാഹ വസ്ത്രം ധരിപ്പിച്ച് അവൻ മടക്കിക്കൊണ്ടുവരും. നമ്മുടെ ഈ ലോക ജീവിതം അധ്വാനത്തിൻ്റെതാണ്. ലേബർ,
അധ്വാനമാണ്. വി ആർ ലേബറേഴ്സ്. നാം തൊഴിലാളികളാണ്, അധ്വാനിക്കുന്ന ജനവിഭാഗമാണ്. മരണമെന്നത് ബൈബിൾ ലാംഗ്വേജിൽ അധ്വാനത്തിൽ നിന്നുള്ള വിശ്രമമാണ്. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ഈ ലോകമാകുന്ന വലിയ ഫാക്ടറിയിൽ തൊഴിൽ കുപ്പായമിട്ട് തൊഴിലിലേർപ്പെട്ടിരിക്കുകയാണ് ഓരോരുത്തരും. ഓരോ തൊഴിലിനും പലതരത്തിലുള്ള കുപ്പായങ്ങളാണ്. മനുഷ്യവർഗം മുഴുവൻ തൊഴിൽ കുപ്പായത്തിനുള്ളിലാണ്. ആ തൊഴിൽ കുപ്പായങ്ങളെ നീക്കി ശോഭയേറിയ വിവാഹ വസ്ത്രം ധരിപ്പിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ ക്ഷീണിതരാകുന്നവരെ കർത്താവ് തൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് വേദപുസ്തക ഭാഷയിൽ മരണമെന്നുള്ളത്. നമ്മൾ പിന്നെയും കാണുന്നുണ്ട് ചിത്രങ്ങൾ. സൂര്യൻ ഉദിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കർത്താവ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഉപമ, ഒരു ദൃഷ്ടാന്തം തൻ്റെ പ്രവാചകനായ യെരമ്യാവിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. 18-ാമത്തെ അധ്യായത്തിൽ, നീ ഒരു കുശവന്റെ വീട്ടിലേക്ക് പോവുക. കുശവൻ ഒരു പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ പാത്രം അവന്റെ കയ്യിൽ നിന്ന് ചീത്തയായി. അത് ആ മൺകൂനയിലേക്ക് പോകുന്നു. വീണ്ടും ആ മൺകൂനയിൽ നിന്ന് ആ കുശവൻ വളരെ മനോഹരമായൊരു പാത്രം മെനഞ്ഞെടുക്കുന്നു. മണ്ണിൽ നിന്ന് കുശവനാകുന്ന ദൈവം ഒന്നാമത്തെ മനുഷ്യനായ ആദാമിനെ മെനഞ്ഞു. ആദാമി വർഗത്തിന്റെ മുഴുവൻ പാപവീഴ്ചയാണ് പ്രവാചകനായ യെരമ്യാവിന് 18-ാമത്തെ അധ്യായത്തിൽ ദൈവം കാണിച്ചു കൊടുക്കുന്നു. ആ കുശവൻ ഒരു പാത്രം മെനഞ്ഞു, പാത്രം പണിതുകൊണ്ടിരുന്നു, വളരെ മനോഹരമായ നിർമ്മിതിയായിരുന്നു. പക്ഷേ കുശവന്റെ കയ്യിൽ നിന്ന് ആ പാത്രം ഉടഞ്ഞ് താഴെയായിപ്പോയി. വെറും മൺകൂനയായിപ്പോയി. ഫോംലെസ്, വോയിഡ്, യൂസ്ലെസ്. വളരെ മനോഹരമായ ഒരു മൺകൂജയായിരുന്നു. ഇപ്പോൾ അതൊരു ജസ്റ്റ് എ പൈൽ ഓഫ് സാൻഡ്, ഇറ്റ്സ് എ പൈൽ ഓഫ് ക്ലേ. ഒരു കളിമണ്ണിന്റെ കൂന. ഷേപ്പ്ലെസ്, ഫോംലെസ്, രൂപരഹിതം, പാഴ്, യൂസ്ലെസ്. ഇപ്പൊ പാഴും ശൂന്യവും ഉപയോഗരഹിതവും ആയിത്തീർന്ന ആ കളിമൺ കട്ടയെ വീണ്ടും ആ കുശവൻ കോരിയെടുക്കുകയാണ്. സെക്കൻഡ് അറ്റംപ്റ്റ്. ഈ സമയത്ത് അധികം മഹത്വമുള്ള, അധികം സൗന്ദര്യമുള്ള, അധികം പ്രശംസയുള്ള ഒരു പാത്രം, ഒന്നാമത്തേതിനേക്കാൾ മികച്ച പാത്രം ആ കൈകളിൽ രൂപപ്പെടുന്നു. ഒന്നാമത്തെ പാത്രം പീശോൻ തോടിന്റെ കരയിൽ സ്വർണ്ണ മണൽത്തരികൾ കടന്ന ആ മണ്ണിൽ നിന്ന് ഒന്നാമത്തെ ആദമിനെ പണിതെടുത്തു എങ്കിൽ, രണ്ടാമത്തെ ആദമിനെ പണിയുവാൻ ഗോകുൽഥായുടെ മുകളിൽ രക്തവും വേർപ്പുമായി കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിൽ രണ്ടാമത്തെ ആദം പണിയപ്പെടുന്നു. ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിന്റെ മുമ്പിൽ ഒന്നും പ്രത്യാശയില്ലാതായിരിക്കുന്നില്ല. സ്വർഗീയ വിശ്രമത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് മരിച്ചു പോകുന്നവർ. അവർ നിദ്രയെ പ്രാപിക്കുന്നു, പക്ഷേ അവർ മഹത്വത്തിന്റെ അവകാശികളാണ്. സമയത്തിന്റെ പൂർണ്ണതയിൽ, കാലത്തിന്റെ തികവിൽ ക്രിസ്തുവിലൂടെ അവർ മടങ്ങിവരും. ഇന്ന് കല്ലറകൾക്കുള്ളിൽ അവർ ശാന്തമായി, അവരുടെ ശരീരങ്ങൾ ശാന്തമായി വിശ്രമിക്കുന്നു എങ്കിൽ, അവരുടെ ശരീരങ്ങൾ വിശ്രമിക്കുമ്പോൾ നാം അവരെ നിദ്ര പ്രാപിച്ചിരിക്കുന്നു എന്ന് വിശേഷിപ്പിക്കുന്നു എങ്കിലും, അവരുടെ ആത്മാക്കൾ ദൈവസന്നിധിയിൽ സജീവരായിരിക്കുന്നു. സന്തോഷ സ്തുതികളും സ്തോത്രങ്ങളും അവർ ആലപിക്കുന്നു. നിത്യമോഹന വാഗ്ദാനങ്ങൾ അവർക്ക് അവകാശമായി ലഭിച്ചിരിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കുഞ്ഞ്, മുലകുടി മാറിയ കുഞ്ഞ് അമ്മയുടെ മാറിടത്തിൽ മയങ്ങുന്നത് പോലെ, പ്രവാചകൻ പറയുകയാണ്. ഞാൻ പ്രവാചകന്റെ ഭാഷയെ കടമെടുത്താ പറയുന്നത്, ഇത് എന്റെ സ്വന്തം ഭാഷയല്ല.
എൻ്റെ ആത്മാവ് നിന്റെ പക്കലായിരുന്നു എങ്കിൽ. അല്ലേ, പ്രവാചകൻ അങ്ങനെയല്ലേ പാട്ട് പാടുന്നേ? എൻ്റെ ആത്മാവ് മുലകുടി മാറിയ പൈതൽ, മുലകുടിച്ചു തൃപ്തിയായ പൈതൽ അമ്മയുടെ മാർവിടത്തിൽ മയങ്ങുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്റെ പക്കൽ ആയിരുന്നു എങ്കിൽ. ആ വിശ്രമത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്തൊരു മഹത്വകരമായ ഉയർത്തെഴുന്നേൽപ്പാണ് അവരെ കാത്തിരിക്കുന്നത്. എത്ര വലിയ ഒരു ഉണർവിന്റെ ദിവസമാണ് വരുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ ഉദ്യാനങ്ങളിലേക്ക് അവർ വീണ്ടും തിരിച്ചിറങ്ങാൻ പോവുകയാണ്. പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ പിന്നെയും നമ്മൾ സീസൺസിനെ കാണുകയാണ്. മഞ്ഞുകാലം വരിക, വൃക്ഷങ്ങളെല്ലാം ഇലകൾ പൊഴിച്ചു, മഞ്ഞു പൂടിക്കിടക്കുന്നെങ്ങും പുഷ്പങ്ങൾ കാണാനില്ല. ശലോമോൻ ഉത്തമഗീതത്തിൽ പറയുകയാണ്, മഞ്ഞുകാലം കഴിയാറായി, പുഷ്പങ്ങൾ ഭൂമിയിൽ കാണാറായി വരുന്നു. പ്രമോദങ്ങളുടെ വസന്തം ആഗമിക്കാൻ പോവുകയാണ്. സ്വർഗീയ മാലാഖമാരാൽ കാവൽ ചെയ്യപ്പെട്ടും നിത്യവിസ്മയങ്ങളുടെ മനോഹര തിരശീലകളാൽ ആച്ഛാദനം ചെയ്യപ്പെട്ടും ദൈവസന്നിധിയിൽ വിശ്രമിക്കുകയാണ് വാങ്ങിപ്പോയ ആത്മാക്കൾ. വിശ്രമസങ്കേതത്തിലേക്ക്, മോക്ഷമണവറയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന വാങ്ങിപ്പോയ ആത്മാക്കളെ നിത്യവിസ്മയങ്ങളുടെ തിരശീലകളാൽ ദൈവം ആച്ഛാദനം ചെയ്തിരിക്കുന്നു. സ്വർഗീയ മാലാഖമാരാൽ അവർ കാവൽ ചെയ്യപ്പെടുന്നു. നമ്മൾ ഈ തൊഴിൽശാലകളിൽ ക്ഷീണിതരായും പരിക്ഷീണരായും വ്യഥിതരായും പതിതരായും സംശയാകുലരായും ഉത്കണ്ഠാഭരിതരായും ഭൂമിയിൽ നിലനിൽക്കുന്നു. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിന്റെ ആശ്വാസവചനങ്ങൾ, പ്രത്യാശാവചനങ്ങൾ. തന്റെ പരിശുദ്ധ അപ്പോസ്തലനിലൂടെ നമുക്ക് ഈ പ്രഭാതത്തിൽ നൽകപ്പെട്ട വാക്യം ഇതാണ്: ക്രിസ്തു യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ വാങ്ങിപ്പോയവരെയും ക്രിസ്തു യേശുവിലൂടെ മടക്കിക്കൊണ്ടുവരും. കല്ലറയുടെ മഞ്ഞുകാലം, വിന്റർ ഓഫ് ഗ്രേവ്, കല്ലറയെ ഗ്രസിച്ചിരിക്കുന്ന മഞ്ഞുകാലം കഴിയാൻ സമയമായി. വീണ്ടെടുപ്പിന്റെ വസന്തവും മഹത്വത്തിന്റെ ഗ്രീഷ്മവും പുറകെ എത്തുകയാണ്. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട് എന്നാണ് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടിയത്. എന്നാണ് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം ഉണ്ടാകുന്നത്? ആ നിത്യ ശോഭിത പ്രഭാതത്തിൽ. ഇന്നലെ ക്ഷീണിച്ച് അസ്തമിച്ച് മരിച്ചു മറഞ്ഞുപോയ ആ സൂര്യൻ ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും ശോഭയോടെ ആ കിഴക്കൻ ദിക്കിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഓരോ പ്രഭാത സൂര്യനും വാങ്ങിപ്പോയവർ ഉയർത്തെഴുന്നേൽക്കുന്ന ആ നിത്യശോഭിത പ്രഭാതത്തെക്കുറിച്ചുള്ള വാഗ്ദാനം നമ്മെ ഉറപ്പിക്കുമ്പോൾ ഈ പ്രകൃതി നമുക്ക് സാക്ഷി നൽകുകയാണ്. കാലം സാക്ഷിയാണ്, പ്രകൃതി സാക്ഷിയാണ്, ചരിത്രം സാക്ഷിയാണ്, നാലാമതായി തിരുവെഴുത്തുകളും സാക്ഷിയാണ്. We have got 4 witnesses. കാലം നമുക്ക് സാക്ഷ്യം പറയും, ചരിത്രം നമുക്ക് സാക്ഷ്യം പറയും, തിരുവെഴുത്തുകൾ നമുക്ക് സാക്ഷ്യം പറയും, പ്രകൃതി നമുക്ക് സാക്ഷ്യം പറയും. A day of glory is coming. ശോഭിത പ്രഭാതം എത്തുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
മറിയോടു രാജമകൾ വലമായി രാജപാമിനിയും ബറോവൽ റൂഹോ ഖദീശോ ഭക്തർ പുകഴ്ച ഭാജനമേ മറിയാമിൻ സ്മരണം ശുഭഹോല ബോല ബറോവൽ റൂഹോ ഖദീശോ രുതേ മാതാവേ ഭയവാൻ പന പോലെ തളുത്തിടുമേ ഹല്ലേലൂയ വളരുവവൻ ലബിനോൻ കാരകിൽ പോ ശുഭഹോല ബോല ബറോവൽ റൂഹോ ഖദീശോ ഒരു പോലിങ്ങും ഓർഗി വറുകി സഹദാ ഭാഗ്യം നിബിയർക്കും ശുഭഹോല ബോല നമ്മുടെ സഭയുടെ പ്രത്യേകത, സഭയുടെ എല്ലാ പ്രാർത്ഥനകളും ആ മഹാശോഭിത പ്രഭാതത്തിലേക്കാണ് ഫോക്കസ് ചെയ്ത്. എവരി സിംഗിൾ പ്രയർ, വിശ്വാസ പ്രമാണം ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ വലിയ മഹത്വത്തെ, ആ വലിയ പ്രതീക്ഷയെ മുന്നിൽ വെച്ചിരിക്കുകയാണ്. ധൂപപ്രാർത്ഥന ക്ലോസ് ചെയ്യുമ്പോഴും അതാണ്. ഇപ്പം നമ്മൾ കേട്ട അതാണ്. ആ സഹോദരന്മാരുടെയും സ്ലീഹന്മാരുടെയും ഭാഗ്യം എന്താണ്? നമ്മൾ ഭാഗ്യം നിബിയർക്കും ശുഭഹോല ബോല ബറോവൽ റൂഹോ ഖദീശോ പരിശോധന്മാരെ നിങ്ങൾ